പി ശ്രീപത്മനാഭൻ, ഈ ദ്വന്ദ്വത്തിൽ നിന്ന് നിങ്ങൾ ഔട്ടാണ്. ഇത് LDF വേഴ്സസ് UDF, വാക്ക് പ്രവൃത്തി പോര്, അതിൻ്റെ കൂട്ടത്തിൽ ഡീല് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും BJP കൂടെ ചേർക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കേരളത്തിൽ ശരിക്കും ഒരു ബൈപോളാർ കോൺടെസ്റ്റ് ആണോ ഇപ്പോൾ നടക്കുന്നത്? അങ്ങനെയാണോ അഭിലാഷേ? കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണോ നടന്നത്? കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും ഒരു മേയർ, CPM-ന് ഒരു മേയർ. അങ്ങനെയാണോ കഴിഞ്ഞ ഞങ്ങൾക്കൊരു MP, CPM-ന് ഒരു MP? കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും ഒരു മേയർ, CPM-ന് ഒരു മേയർ. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും അനാവശ്യം വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ പത്രക്കാരതിൻ്റെ പിന്നാലെ പോണ്ട, മൈൻഡ് ചെയ്യണ്ട. എനിക്കതാ പറയാനുള്ളത്. ഇത്തരത്തിലുള്ള അനാവശ്യമായ കാര്യങ്ങൾ ഇടതുപക്ഷത്തിൻ്റെയോ വലതുപക്ഷത്തിൻ്റെയോ ഭാഗത്തുനിന്നുണ്ടായാൽ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഞാനിപ്പം മഞ്ചേശ്വരത്താണ്. ഈ മഞ്ചേശ്വരത്ത് കണ്ണുകൊണ്ട് കാണാവുന്ന ഒരു വികസനമേ ഉള്ളൂ. അത് നാഷണൽ ഹൈവേ 66 അതായത് തലപ്പാടിയിൽ നിന്നും ഇന്ന് കാസർഗോഡ് ടൗണിലേക്ക് എത്താൻ അരമണിക്കൂർ തികച്ച് വേണ്ട, 20 മിനിറ്റ് 25 മിനിറ്റ് കൊണ്ട് എത്താൻ സാധിക്കും. എന്നാൽ ഇവിടുത്തെ ഗ്രാമീണ റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ താലൂക്ക് ആശുപത്രി എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഇല്ല. ഇവിടെ ഒരു പ്രൊഫഷണൽ കോളേജ് ഇല്ല. ഇവിടെ നല്ല സ്കൂളുകളില്ല. രാവിലെ ആയാൽ ഇവിടുത്തെ കുട്ടികൾ ബസ് കയറിയാണ് മംഗലാപുരത്തേക്ക് സ്കൂളിൽ പഠിക്കാൻ. ഒരു നല്ല ഷർട്ട് വാങ്ങാൻ മംഗലാപുരത്ത് പോകണം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളിവിടെ പറയുന്ന വിഷയങ്ങൾ. ഞങ്ങളുടെ കുറ്റപത്രമുണ്ട്, അതിൽ ഞങ്ങൾ അക്കമിട്ട് നിരത്തുന്ന ഈ കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് കേരളം ചർച്ച ചെയ്യേണ്ടത്. UDF-ൻ്റെ പ്രശ്നം എന്താ അറിയോ? UDF-ന് പകരം വയ്ക്കാൻ ഒന്നുമില്ല. ഇപ്പോൾ LDF-നെ കുറ്റം പറഞ്ഞിട്ട് UDF-ന് എന്ത് പകരം വയ്ക്കാനുണ്ട്? 12 വർഷം മുന്നേ ഇറങ്ങിപ്പോയതാണ് ഡൽഹിയിൽ നിന്ന് മൂക്കറ്റ അഴിമതിയിൽ മുങ്ങിയിട്ട്. 12 ലക്ഷം കോടി രൂപയുടെ അഴിമതി നടത്തി മൂക്കറ്റം അഴിമതിയിൽ മുങ്ങി ഇറങ്ങിപ്പോയതാണ്. അതിനുശേഷം നടന്ന 80% തെരഞ്ഞെടുപ്പിൽ തോറ്റതാണ്. ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ അവസാനമായി കോൺഗ്രസ് ജയിച്ചൊരു തെരഞ്ഞെടുപ്പ് ഏതാണെന്നറിയോ അഭിലാഷേ? അവസാനമായി കോൺഗ്രസ് ജയിച്ചൊരു തെരഞ്ഞെടുപ്പ് 2023 നവംബർ മാസത്തിൽ തെലുങ്കാനയിൽ നടന്നത്. 2023 നവംബർ മാസത്തിൽ തെലുങ്കാനയിൽ നടന്നതിന് ശേഷം 2.25 വർഷമായി കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിന് ജയിച്ചിട്ട്. 2.25 വർഷമായി. ഹരിയാന തോറ്റു, മഹാരാഷ്ട്ര തോറ്റു, ഡൽഹിയിൽ 0, ബീഹാറിൽ 6. കോൺഗ്രസ് മുങ്ങിപ്പോയി. അപ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ അതാണ്. അപ്പോൾ ആ കോൺഗ്രസ്സിന് അവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അവർ ചെറിയ മുന്നേറ്റം നടത്തിയത് ഇവിടെ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളെ കൂട്ടുപിടിച്ചിട്ടാണ്. ഇപ്പോൾ അവർ എക്സ്പോസ്ഡ് ആയിപ്പോയി. അവരെന്തൊക്കെയാ കാട്ടുന്നത്? തിരുവനന്തപുരത്തെ അരുവിക്കര അസംബ്ലി മണ്ഡലത്തിലെ പഞ്ചായത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി താങ്കൾ ഇരിക്കുന്ന മഞ്ചേശ്വരത്ത് SDPIയുടെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ. മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിയെ നിർത്തിയ ആർക്കാ നേട്ടം? കെ സുരേന്ദ്രനെ നേട്ടം. കാരണം അവിടെ ഒരു വോട്ട് പിളർപ്പുണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ ആരാർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ബാറ്റ് ചെയ്യുന്നതെന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാവുന്ന ഒരു തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അഭിലാഷേ, 26-ാം തീയതി 3 മണിക്കാണ് പിൻവലിക്കാനുള്ള ലാസ്റ്റ് സമയം. അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം ആ കാര്യം. ഞാൻ പറഞ്ഞു വന്നത്, തിരുവനന്തപുരത്ത് അരുവിക്കരയിൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച സുരേന്ദ്രൻ D. നായർ പേര് മാറ്റി. അവിടെ അയാളുടെ പേര് വേറെ എന്തോ ആയിരുന്നു, സുരേന്ദ്രൻ വീട്ടുപേരായിരുന്നു. ഇപ്പോൾ സുരേന്ദ്രൻ D. നായരായിട്ട് ഇവിടെ അപരനായി കൊടുത്തിരിക്കുക. തിരുവനന്തപുരത്ത് നാളെ കൊണ്ടുവന്ന് മഞ്ചേശ്വരത്ത് അപരനെ നിർത്തിയിരിക്കുക കോൺഗ്രസ്സുകാർ. പഞ്ചായത്ത് ഇലക്ഷനിൽ അവിടെ അരുവിക്കര മണ്ഡലത്തിൽ ഒരു പഞ്ചായത്തിന് സ്ഥാനാർത്ഥിയായിരുന്നു. ഇതാണ് പ്രശ്നം. ഇടതുപക്ഷത്തെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ത്രിപുര മോഡലാണ്. 25 വർഷം ത്രിപുരയിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചു. കോൺഗ്രസ്സിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ വന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ പരാജയപ്പെടുത്തി. 34 കൊല്ലം ബംഗാൾ ഭരിച്ചു കമ്മ്യൂണിസ്റ്റുകാർ. കോൺഗ്രസ്സുകാരെ കൊണ്ടാവില്ല എന്ന് കണ്ടപ്പോൾ മമതാ ബാനർജി പുതിയ പാർട്ടി ഉണ്ടാക്കി. കാരണം ഈ ദേശീയ കോൺഗ്രസിൻ്റെ കൂടെ പോയിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കി. 2ാമത്തെ തെരഞ്ഞെടുപ്പിൽ അവർ ജയിച്ചു. ശരി. അപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രതാപവും നഷ്ടപ്പെട്ട പഴയ കോൺഗ്രസിൻ്റെ അസ്ഥികൂടമായൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ അവരിങ്ങനെ ഓരോ ബഹളം വയ്ക്കും. നിങ്ങളതിൻ്റെ പിന്നാലെ പോകണ്ട, മൈൻഡ് ചെയ്യണ്ട. അവരുണ്ടാക്കുന്ന ബഹളം. ശരി.